എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹപൂർവ്വം ആസ്ട്രോളജിക്കൽ ലൈഫിലേക്ക് സ്വാഗതം. അതെ, ഇന്ന് നമുക്ക് 1201 പുതുവർഷ ഫലം ഇടവക്കൂറുകാർക്ക് എങ്ങനെയാണ്, നല്ല ഫലമാണോ ദോഷഫലമാണോ എന്നൊക്കെ നോക്കാം അല്ലേ. ഏവരും വളരെ സന്തോഷത്തോടെയും പുത്തൻ പ്രതീക്ഷയോടെയും കൂടിയാണ് ഓരോ പുതുവർഷത്തെയും വരവേൽക്കുന്നത്. അതിനിടയിൽ പല നല്ല കാര്യങ്ങളും പല ചീത്ത കാര്യങ്ങളും ഉണ്ടാകാം അല്ലേ. അപ്പോൾ നമുക്ക് ഈ വർഷം നമുക്ക് ഗുണമാണോ ദോഷമാണോ എന്നൊക്കെ നോക്കിയാലോ. പൊതുവിൽ വളരെ നല്ല ഗുണഫലങ്ങൾ തന്നെയാണ് ഇടവക്കൂറുകാർക്ക് ഈ 1201 കേട്ടോ. സന്തോഷവും സമാധാനവും അതുപോലെ തന്നെ പ്രണയ വിജയങ്ങളും ഒക്കെ നേടിയെടുക്കാൻ സാധിക്കുന്ന ഒരു വർഷമാണ്. വളരെ നല്ല നല്ല ഗുണഫലങ്ങളെ പ്രദാനം ചെയ്യുകയും അതിൽ നിന്നുള്ള നേട്ടങ്ങൾ വളരെ നല്ല രീതിയിൽ സന്തോഷത്തോടു കൂടി അനുഭവിക്കാൻ സാധിക്കുകയും ചെയ്യുന്ന ഒരു വർഷം കൂടിയാണ്. ഏത് കാര്യങ്ങൾക്ക് ഇറങ്ങിയാലും അതിനെല്ലാം വിജയം കിട്ടുക എന്നുള്ളത് ഈ വർഷം ഇവരുടെ ഒരു പ്രത്യേകത കൂടിയായിരിക്കും. ആരോഗ്യ കാര്യങ്ങളിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. എങ്കിലും വർഷാവസാനത്തോടു കൂടിയൊക്കെ നമ്മുടെ അശ്രദ്ധ നിമിത്തം, അതും പറയാം കേട്ടോ, ആരോഗ്യകാര്യങ്ങളിൽ പൊതുവിൽ പ്രശ്നമില്ലെങ്കിലും നമ്മുടെ അശ്രദ്ധ കൊണ്ട് കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കാതിരിക്കുക, ഉറങ്ങാതിരിക്കുക, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ കൊണ്ടൊക്കെ എന്തെങ്കിലും കാര്യങ്ങൾ വരുത്തി വയ്ക്കുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ യോഗ, മെഡിറ്റേഷൻ പോലെയുള്ള കാര്യങ്ങളിലൊക്കെ പ്രത്യേകം ശ്രദ്ധ പുലർത്തുകയും കൃത്യമായി അത് ചെയ്യുകയും ചെയ്യണം കേട്ടോ. പിന്നെയുള്ള ഒരു കാര്യം, സുഹൃത്തുക്കളിൽ നിന്നൊക്കെ വളരെയധികം നേട്ടങ്ങളൊക്കെ പ്രതീക്ഷിക്കാവുന്ന ഒരു സമയമാണ്. എന്നിരിക്കലും ഇന്നത്തെ കാലത്ത് നമ്മൾ എപ്പോഴും എന്തൊരു കാര്യവും നമ്മൾ സ്വയം ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ബെറ്റർ. നമ്മളൊരു വിജയത്തിലെത്തിക്കഴിയുമ്പോൾ അവർ പറയുന്നത് എന്താണെന്നറിയുമോ? ചിലപ്പോൾ ഒന്നും ചെയ്തില്ലെങ്കിലും ഞാനാണ് അവരെ സഹായിച്ചത്. അപ്പോൾ അത് കേൾക്കാൻ ആർക്കും ഇഷ്ടമുണ്ടാവില്ല അല്ലേ. അപ്പം നമ്മൾക്ക് സ്വന്തമായിട്ടൊരു കഴിവുള്ളപ്പോൾ, അല്ലെങ്കിൽ എല്ലാവർക്കും ദൈവം ഒരുപോലെ കഴിവുകൾ തന്നിട്ടുണ്ട്. അതിനെ നമ്മൾ പരിപോഷിപ്പിക്കുന്ന രീതി അനുസരിച്ചായിരിക്കും നമ്മുടെ ഉയർച്ച താഴ്ചയിലുള്ള ഏറ്റക്കുറച്ചിൽ. അതുകൊണ്ട് തന്നെ നന്നായി ശ്രമിച്ചാൽ വളരെയധികം വിജയങ്ങൾ നേടിയെടുക്കാൻ ഉറപ്പായിട്ട് നിങ്ങൾക്ക് സാധിക്കും. അതുകൊണ്ട് മറ്റൊരാളുടെ അല്ലെങ്കിൽ ഹെൽപ്പ് നിൽക്കാതെ കണ്ട്, മറ്റൊരാൾ എന്തു പറയും എന്ന് ചിന്തിക്കാതെ കണ്ട് അവനവന് ചെയ്യേണ്ട കാര്യങ്ങൾക്ക് ഊർജിതമായിട്ട് ഇറങ്ങി പ്രവർത്തിച്ചാൽ വൻ വിജയം, പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള നേട്ടങ്ങൾ നേടിയെടുക്കാൻ സാധിക്കുന്ന ഒരു വർഷം കൂടിയാണ് കേട്ടോ ഇത്. അതുപോലെ തന്നെ കുടുംബാംഗങ്ങളുമായിട്ടുള്ള ബന്ധങ്ങളൊക്കെ നിലനിർത്തുന്നതിന് വേണ്ടി കുറച്ച് വിട്ടുവീഴ്ച മനോഭാവങ്ങളൊക്കെ ചെയ്യേണ്ടി വരും, പ്രത്യേകിച്ച് ദമ്പതിമാർ. അതുപോലെ എന്തൊരു കാര്യം പറയുമ്പോഴും ഇച്ചിരി വിട്ടുവീഴ്ച മനോഭാവമൊക്കെ ഒന്ന് കാണിക്കുന്നത് ഈ വർഷം നമ്മുടെ ദാമ്പത്യ ജീവിതത്തിനും അതുപോലെ തന്നെ നല്ല നല്ല സുഹൃത്ത് ബന്ധങ്ങളൊക്കെ നിലനിർത്തുന്നതിനും നല്ല ഒരു എന്താ പറയുക, നല്ലൊരു റെമഡി ആയിരിക്കും കേട്ടോ അത്. കാരണം എപ്പോഴും എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളിൽ സദാ ചിന്തിച്ച് നടന്ന്, അല്ലെങ്കിൽ നമ്മുടെ ലൈഫിന് മുന്നോട്ട് വേണ്ട കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ പൊതുവിൽ ചിന്തിക്കുന്നവർ കൂടിയാണെങ്കിൽ നമ്മൾ ചിലപ്പോൾ ആ ചിന്തയിലിരിക്കുമ്പോൾ മറ്റൊരാൾ എന്തെങ്കിലും പറയുമ്പോൾ നമ്മളത് വേണ്ടത്ര പരിഗണന കൊടുത്തെന്ന് വരില്ല. അപ്പം നമ്മൾക്കും അതൊരു മനപ്രയാസം ഉണ്ടാവും. പിന്നീടായിരിക്കും നമ്മൾ വിചാരിക്കും അവരെന്നോട് അത് ചോദിച്ചിരുന്നല്ലോ എന്ന്. അപ്പോഴത്തേക്കും അത് ചിലപ്പം റിപ്ലൈ പറയാൻ നമുക്കും പറ്റിയെന്നിരിക്കില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നല്ല രീതിയിൽ ആത്മാർത്ഥതയോടുകൂടി ഒന്ന് ആഞ്ഞു പരിശ്രമിക്കുക കേട്ടോ. പിന്നെ ബിസിനസ് മേഖലയിലൊക്കെ നിൽക്കുന്നവർക്ക് വൻ വിജയമായിരിക്കും. കാരണം ആദ്യം പറഞ്ഞ ഈ ചിന്തകൾ തന്നെ അവരുടെ ജീവിതത്തിലെ വൻ വിജയങ്ങളിലേക്ക് എത്തിക്കാൻ സഹായിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ ജോലിക്കൊക്കെ ശ്രമിക്കുന്നവർക്ക് ജോലി കിട്ടാൻ സാധ്യതയുള്ള വർഷമാണ്. ഭൂമി ലാഭം, വസ്ത്രലാഭം, ആടയാഭരണം, അതായത് ആഭരണങ്ങളുടെയൊക്കെ മെച്ചം, മേൽഗതി ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ള വർഷം കൂടിയാണ് കേട്ടോ. പിന്നെയുള്ളൊരു കാര്യമെന്ന് പറയുമ്പോൾ എന്തെങ്കിലും മറ്റ് അറ്റകുറ്റപ്പണികൾ അല്ലെങ്കിൽ വീടിന് കുറച്ച് പുനരുദ്ധാരണങ്ങളൊക്കെ ഇപ്പോൾ ചെയ്യാൻ ആഗ്രഹിച്ചിട്ട് നടക്കാതെയൊക്കെ ഇരിക്കുന്നവർക്ക് ശ്രമിച്ചാൽ ഈ വർഷം നടക്കും. അതുപോലെ തന്നെ പുതിയ വീട് പണിയുക, മോട് പിടിപ്പിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വീട്ടിലേക്ക് ഒരു അസറ്റായി നമ്മൾ വാങ്ങണമെന്നൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ശ്രമിച്ചാൽ ഈ വർഷം ഉറപ്പായിട്ടും അത് സാധിക്കും. അതുപോലെ വളരെ ദീർഘദൂര യാത്രകളൊക്കെ ചെയ്യേണ്ടതായിട്ട് വരിക. ദീർഘദൂരത്ത് പോയിട്ട് നമുക്ക് വളരെ പ്രിയപ്പെട്ടവരെ കാണാനൊക്കെയുള്ള ഒരു എന്താ പറയുക, കാണാനും കണ്ടുമുട്ടാനുമൊക്കെയുള്ള ഒരു സാധ്യത ഉണ്ടാവുക. ഇങ്ങനെയുള്ള കാര്യങ്ങളുമൊക്കെ ഇതിനകത്ത് നടക്കാൻ സാധ്യതയുള്ള ഒരു സമയമാണ് കേട്ടോ.
അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് വിദ്യയ്ക്ക് അനുകൂലമായ സമയമാണ്. ഇടയ്ക്ക് ലേശം മടിയും അലസതയൊക്കെ തോന്നുമെങ്കിൽ തന്നെയും ആ സമയത്ത് നമ്മൾ ആ മടിക്കും അലസതയ്ക്കും ഒന്നും പിടികൊടുക്കാതെ കൊണ്ട് ഈ വർഷം ഞാൻ വിജയിക്കും, വൻ വിജയം നേടുമെന്നുള്ള ചിന്താഗതിയിൽ മുന്നിട്ടിറങ്ങിയാൽ നല്ല രീതിയിൽ നമുക്ക് വിജയം നേടിയെടുക്കാൻ സാധിക്കും കേട്ടോ. അപ്പോൾ അതിൻ്റെ മനപ്രയാസമൊന്നും വേണ്ട. വിവാഹമൊക്കെ താമസിക്കുന്നവർക്ക് ഈ വർഷം വിവാഹം നടക്കുമോ എന്നുള്ള ചോദ്യത്തിന് ഉത്തരം, ശ്രമിച്ചാൽ ഉറപ്പായിട്ടും ഈ വർഷം വിവാഹം നടക്കും, അല്ലെങ്കിൽ അതിനുള്ള സാഹചര്യങ്ങളൊക്കെ നമ്മൾക്ക് ഒരുങ്ങി വരും. അതുകൊണ്ട് വിവാഹത്തിന് വേണ്ടി ശ്രമിക്കുന്നവർക്കും ശ്രമിച്ചാൽ ഈ വർഷം നല്ല വിവാഹ ബന്ധങ്ങൾ നടക്കും. അതുപോലെ സന്താനങ്ങളില്ലാതെയൊക്കെ വിഷമിക്കുന്നവർക്കും ശ്രമിച്ചാൽ, അല്ലെങ്കിൽ കൃത്യമായ രീതിയിലുള്ള മരുന്ന് ഔഷധ സേവയൊക്കെ ചെയ്താൽ സന്താനയോഗം ഉണ്ടാവാനുള്ള സാധ്യത നമുക്ക് പറയാം കേട്ടോ. വീടില്ലാത്തവർക്ക് വീട്, ഭൂമിലാഭം, വസ്ത്രലാഭം, ഇതെല്ലാം നമ്മൾ പറഞ്ഞു. അപ്പോൾ പിന്നെ ഇനി എന്താ പ്രശ്നം അല്ലേ? വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ ഉറപ്പായിട്ടും അതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ശ്രമിക്കുക. പക്ഷെ മുൻകൂർ ധനം ആർക്കെങ്കിലും കൊടുക്കുമ്പോൾ 2 വട്ടം ഒന്ന് ചിന്തിച്ച് അതേക്കുറിച്ച് പഠിച്ചിട്ടൊക്കെ ഒന്ന് ചെയ്യണം കേട്ടോ. അല്ലെങ്കിൽ ചിലപ്പോൾ ചെറിയതായിട്ടുള്ള ധനനഷ്ടങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ജോലി സംബന്ധമായിട്ടൊക്കെ കുറച്ച് അധിക ഭാരമൊക്കെ വേണ്ടി വരും. കാരണം ഇച്ചിരി ജോലിയിൽ അധ്വാനം കൂടുതലൊക്കെ നമുക്ക് ഉണ്ടാകുമെങ്കിലും അതുകൊണ്ട് നമുക്ക് നേട്ടങ്ങളും ഉണ്ടാകും എന്നുള്ളത് കൊണ്ട് തന്നെ ആ ജോലി ഭാരമൊക്കെ നമുക്കങ്ങ് വേണ്ടാന്ന് വയ്ക്കാം അല്ലേ. ഇത് സാരമില്ല പോട്ടെ, നമുക്ക് അതനുസരിച്ച് ബെനിഫിറ്റ് ഉണ്ടല്ലോ എന്നുള്ള ഒരു മൈൻഡിലേക്ക് നമ്മൾ തന്നെ നമ്മുടെ മൈൻഡിനൊക്കെ ഒന്ന് ഇതാക്കിയെടുത്താൽ കുഴപ്പമില്ല, നല്ല രീതിയിൽ നമുക്കതിലും മുന്നോട്ട് പോകാൻ സാധിക്കും കേട്ടോ. പിന്നുള്ള അടുത്തൊരു ചോദ്യം എന്താവും, എന്താണ് ഇനി ചെയ്യേണ്ടത് മുന്നോട്ട്, അല്ലെങ്കിൽ ഇതിന് എന്താണ് ഒരു പ്രശ്നം വരുമ്പോൾ പരിഹാരം എന്നാണെങ്കിൽ നല്ല രീതിയിലുള്ള നമ്മുടെ ആചരണമനുസരിച്ചുള്ള പ്രാർത്ഥന തന്നെയായിരിക്കും ഏറ്റവും നല്ല ഔഷധമായിട്ട് ഈ ഒരു പ്രശ്നത്തിനുള്ളത്. എന്തെങ്കിലും ഒരു പ്രശ്നം ഇടയ്ക്ക് എപ്പോഴെങ്കിലും തോന്നുന്ന ഒരാൾക്ക് ഏറ്റവും നല്ലത് അവനവൻ്റെ ആചരണമനുസരിച്ചുള്ള അവനവൻ്റെ പ്രാർത്ഥന തന്നെയാണ്. ഇനി അതല്ല എങ്കിൽ നാഗക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നതും വഴിപാട് നടത്തുന്നതും ഉത്തമ ഗുണഫലങ്ങളെ പ്രദാനം ചെയ്യും കേട്ടോ. അപ്പോൾ ആരോഗ്യ കാര്യങ്ങളിലൊക്കെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും നമ്മളൊന്ന് ശ്രദ്ധിക്കുക കൂടി ചെയ്യണം. പൊതുവിൽ ജീവിതത്തിൽ കൂടുതൽ അംഗീകാരങ്ങൾ, നേട്ടങ്ങൾ, വിജയങ്ങൾ, പ്രശസ്തി പത്രങ്ങൾ, അല്ലെങ്കിൽ നമുക്ക് പുരസ്കാരങ്ങൾ ഒക്കെ നേടിയെത്താൻ സാധ്യതയുള്ള ഒരു വർഷം കൂടിയാണ്. അതുപോലെ തന്നെ ധാരാളം ധനലാഭം, നമ്മൾ പ്രതീക്ഷിക്കാത്ത ധനമൊക്കെ നമ്മുടെ കയ്യിൽ വന്നു ചേരാൻ സാധ്യതയുള്ള വർഷമാണ്. ഇപ്പോൾ ഒരു ജോലി വേണം, അല്ലെങ്കിൽ എനിക്ക് എന്നൊക്കെ വിചാരിച്ച് നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ അതും നടക്കുന്നതാണ്. ഇപ്പോൾ ആർക്കെങ്കിലുമൊക്കെ പൈസ വായ്പ കൊടുത്തവരോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ എന്തെങ്കിലും ക്രയവിക്രയം ചെയ്തിട്ടുള്ളവർക്ക്, ധനത്തിൻ്റെ കുറവുള്ളവർക്ക് ശ്രമിച്ചാൽ ധനം മെച്ചപ്പെടുന്നതിനും അല്ലെങ്കിൽ ധനം ഉണ്ടാവുന്നതിനും സാധ്യതയുള്ള ഒരു വർഷം കൂടിയാണ് കേട്ടോ. നല്ല രീതിയിൽ ധനലാഭം, ധനനേട്ടം, പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ധനവരവൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നമുക്ക് പങ്കാളികളിൽ നിന്നൊക്കെ നേട്ടമുണ്ടാവാൻ സാധ്യതയുള്ള വർഷമാണ്. കാരണം പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ധനലാഭം, ചിലപ്പോൾ അവരുടെ നമുക്ക് അവരുടെ വീതം കിട്ടുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആവാം. പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള നേട്ടങ്ങളും വിജയങ്ങളും ഒക്കെ നേടിയെടുക്കാൻ സാധ്യതയുള്ള വർഷമാണ്. അപ്പോൾ ഇത്രയും സമയം എന്നോടൊത്ത് ഈ ആസ്ട്രോളജിക്കൽ ലൈഫിൽ സഞ്ചരിച്ച നിങ്ങൾക്കെല്ലാവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി, നമസ്കാരം. അപ്പോൾ എല്ലാവർക്കും വളരെ നല്ല ഗുണഫലങ്ങൾ ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം കേട്ടോ.